മഴ ശക്തമായതോടെ മനക്കൊടി പുള്ളു റോഡ് വെള്ളത്തിൽ മുങ്ങുമെന്ന ആശങ്ക ഉയരുന്നു. ഈ റോഡിലെ താഴ്ന്ന ഭാഗം ഉയർത്തണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അവഗണിക്കപ്പെട്ടതാണ് റോഡിനെ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പതിവ് ആവർത്തിച്ചാൽ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മനക്കൊടി പുള്ളു റോഡ് ഇത്തവണയും ആഴ്ചകളോളം അടച്ചിടേണ്ടി വരും. എല്ലാ വർഷവും മഴക്കാലത്ത് ഈ റോഡിൽ 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം കയറാറുണ്ട്. തുടർന്ന് അധികൃതർ ഗതാഗതം നിരോധിക്കും. കഴിഞ്ഞ വർഷം 1 മാസത്തിലേറെ റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. എല്ലാ വർഷക്കാലത്തും 2 മാസക്കാലം വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഗതാഗത സ്തംഭനം, വലിയ അപകടങ്ങൾ നടക്കുന്നൊരു ഏരിയയും കൂടിയാണ്. പുള്ളിൽ നിന്നും തൃപ്രയാറിൽ നിന്നും കോടന്നൂരിൽ നിന്നും അമ്മാടത്തു നിന്നും അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ മേഖലയിലെ എല്ലാ യാത്രാ ദുരിതങ്ങളും തുടങ്ങാനുള്ള അവസരമാണ് ഈ മഴക്കാലം വരുന്നത്. ഏറ്റവും പ്രസക്തമായുള്ള കാര്യം, ഈ പുള്ള് മനക്കൊടി റോഡ് ഒരു 1/2 മീറ്ററെങ്കിലും ഉയർത്തിയാൽ ഈ ദുർഘടമായിട്ടുള്ള ഈ അവസ്ഥ മാറും. അത് ജനങ്ങൾക്ക് മുഴുവൻ വലിയ ഉപകാരമാവുന്നൊരു കാര്യമാണ്. നിരവധി സന്ദർശകരെത്തുന്ന പുള്ള് കുട്ടവഞ്ചി സവാരി കേന്ദ്രവും താമരപ്പാടവും ഉള്ളത് ഈ റോഡിൻ്റെ സമീപത്താണ്. മാത്രമല്ല പാറളം, ചാഴൂർ, താന്യം പഞ്ചായത്ത് നിവാസികളെ ജില്ലാ ഭരണ ആസ്ഥാനവുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡും ഇതാണ്. റോഡിലെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് നാട്ടുകാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും പഞ്ചായത്ത് അധികൃതരും ഇടപെട്ടിട്ട് പോലും PWD അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത്. അരുമ്പൂർ പഞ്ചായത്തിലെ മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കുള്ള ഈ റോഡ് എല്ലാ വർഷവും വെള്ളം കയറി 2 മാസത്തോളം ഗതാഗതം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എല്ലാ വർഷവും റോഡ് ഉയർത്തി ടാറിങ് നടത്താമെന്ന് പറയാറുണ്ടെങ്കിലും അതിപ്പോഴും വനരോധനങ്ങളായി മാറുകയാണ്. ഇത്തവണയെങ്കിലും റോഡ് ഉയർത്തി 1/2 മീറ്ററോളം ഉയർത്തി ഇതിലൂടെയുള്ള യാത്ര മുടങ്ങാത്തൊരു സ്ഥിതി ഉണ്ടാക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. മനക്കൊടി പുള്ളു റോഡിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.